നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. ജീവിതത്തിലും ബിസിനസ്സിലും മുന്നേറാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം ആശയവിനിമയ കഴിവ് എങ്ങനെ മെച്ചപ്പെടുത്താം. പലർക്കും അറിവുണ്ട്, കഴിവുണ്ട്, പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് വ്യക്തമായി എത്തിക്കാൻ കഴിയാത്തതിനാൽ അവസരങ്ങൾ നഷ്ടമാകുന്നു. ഓർക്കുക, സംസാരിക്കാൻ അറിയുന്നവർ ആളുകളെ ആകർഷിക്കും. നന്നായി ആശയവിനിമയം നടത്തുന്നവർ ആളുകളെ സ്വാധീനിക്കും. ആശയവിനിമയം എന്തുകൊണ്ട് പ്രധാനമാണ്? ഒരു നല്ല ആശയം പോലും ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് വേണ്ട അംഗീകാരം ലഭിക്കില്ല. നല്ല ആശയവിനിമയം വിശ്വാസം വളർത്തും, ബന്ധങ്ങൾ ശക്തമാക്കും, നേതൃത്വ ഗുണം വർദ്ധിപ്പിക്കും, ബിസിനസ്സിലും ജോലിയിലും പുതിയ അവസരങ്ങൾ തുറക്കും. വിജയത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങൾ. സുഹൃത്തുക്കളെ, നല്ല ആശയവിനിമയം എന്നത് സംസാരിക്കുന്നത് മാത്രമല്ല, അതിന് 3 അടിസ്ഥാനങ്ങളുണ്ട്. 1. മൂല്യം സൃഷ്ടിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പങ്കുവെക്കേണ്ടത്. 2. കഴിവ് വളർത്തുക. നല്ല സംസാരശേഷി ജന്മസിദ്ധമല്ല, ദിവസവും പരിശീലിച്ചാൽ അത് വളരും. 3. നെറ്റ്വർക്ക് വികസിപ്പിക്കുക. കൂടുതൽ ആളുകളുമായി സംസാരിക്കുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസവും അനുഭവവും ലഭിക്കും. നല്ല ആശയവിനിമയത്തിനുള്ള 5 മാർഗങ്ങൾ. 1. ആദ്യം കേൾക്കാൻ പഠിക്കുക. നല്ല സംസാരിക്കുന്നവരെക്കാൾ നല്ല കേൾക്കുന്നവരാണ് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. 2. ലളിതമായ ഭാഷ ഉപയോഗിക്കുക. വലിയ വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല പ്രധാനം, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുകയാണ് പ്രധാനം. 3. ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുക. നിവർന്നു നിൽക്കുക, പുഞ്ചിരിയോടുകൂടി സംസാരിക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക. നിങ്ങളുടെ ശരീരഭാഷയും നിങ്ങളുടെ സന്ദേശത്തിന്റെ ഭാഗമാണ്. 4. ഓരോ ദിവസവും പരിശീലിക്കുക. ദിവസം 5 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ സംസാരിക്കൂ, അല്ലെങ്കിൽ മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ചെയ്യൂ. ഓരോ ദിവസവും ചെറിയ പുരോഗതി നേടൂ. 5. മറ്റുള്ളവരെ ബഹുമാനിക്കുക. സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുക, ബഹുമാനത്തോടെ മറുപടി നൽകുക. അതാണ് മികച്ച ആശയവിനിമയത്തിന്റെ അടയാളം. ഒരു യുവാവ് ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോയി. അവന് നല്ല മാർക്കും കഴിവും ഉണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കുമ്പോൾ അവൻ ഭയപ്പെട്ടു. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ജോലി ലഭിച്ചില്ല. അവൻ നിരാശനായില്ല. അടുത്ത 3 മാസം ദിവസവും കണ്ണാടിയുടെ മുന്നിൽ പരിശീലിച്ചു, പുസ്തകങ്ങൾ വായിച്ചു, സുഹൃത്തുക്കളുമായി സംസാരിച്ച് ആത്മവിശ്വാസം വളർത്തി. അടുത്ത ഇന്റർവ്യൂവിൽ അതേ യുവാവിന് ജോലി ലഭിച്ചു. വ്യത്യാസം അറിവിലായിരുന്നില്ല, ആശയവിനിമയത്തിലായിരുന്നു. ഇന്നത്തെ ചലഞ്ച്: ഇന്നു മുതൽ 7 ദിവസത്തേക്ക് ഒരു പുതിയ ആളുമായി അർത്ഥവത്തായ ഒരു സംഭാഷണം നടത്തൂ. അവരെ ശ്രദ്ധയോടെ കേൾക്കൂ, വ്യക്തമായി സംസാരിക്കൂ. ഈ ചെറിയ പരിശീലനം വലിയ മാറ്റം സൃഷ്ടിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മുഖമാണ്. അത് മെച്ചപ്പെടുത്താൻ സമയം ചെലവഴിക്കൂ. നല്ല ആശയവിനിമയം നിങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിലും പുതിയ വാതിലുകൾ തുറക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ സജിത് നമ്പ്യാർ. അടുത്ത വീഡിയോയിൽ നല്ല നേതാവാകാൻ വേണ്ട 7 ഗുണങ്ങൾ എന്ന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.